ദിൽജിഷ ആൻഡ് അബ്ദുൽ ഹക്കീം. ഇവിടെ വരാൻ പാടില്ലാത്ത രണ്ട് ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഒരാൾ ഓൾറെഡി ഔട്ടായി പോയിരിക്കുകയാണ് നമ്മുടെ 9 കണ്ടസ്റ്റൻസിൽ നിന്ന്. ഇനി നിങ്ങളുടെ 2 പേരുടെ റിസൾട്ട് നമുക്ക് നോക്കാം. എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഭയങ്കര പേടിയും ഒക്കെ ഉണ്ട് ശരിക്കും നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഷാൻ സാർ. ദിൽജിഷ, ഹക്കീം, വെൽക്കം ടു ലോവസ്റ്റ് 3. അതിലിപ്പോൾ ഒരാൾ പോയി. ഹക്കീം കോൾഡ് വലിയൊരു പ്രശ്നമായിരുന്നു ഇത്തവണ. അതൊരു ഫിസിക്കൽ കാര്യമായതുകൊണ്ട് നമുക്കതിനെ കൂടുതൽ ഇത് ആര് പറഞ്ഞു ജലദോഷം കൊണ്ട് ഇങ്ങോട്ട് വരാൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിച്ച് ശരിയാക്കണം എന്നല്ലേ പറയാൻ പറ്റൂ, അല്ലേ? ആണോ? അതെ, താങ്ക് യു. അപ്പം ഹക്കീമിൻ്റെ മേജർ ഇഷ്യൂ അതായിരുന്നു. കഴിഞ്ഞ തവണ 2nd പ്ലേസിൽ അല്ലേ? അപ്പം ഇത്തവണ ഇവിടെ നിൽക്കാന്ന് പറയുന്നത്, പിന്നെ അതിനിടയിൽ ലൈനും പറഞ്ഞു. തണുപ്പ് മാത്രമല്ല, ലൈനും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂമിങ് വരെ ഞാൻ 3 പാട്ടും എനിക്ക് കിട്ടിയ 3 പാട്ടും നല്ല രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഒരു ഫുഡിൻ്റെ ചെറിയ പ്രശ്നം കാരണം എനിക്ക് അത് ഈ വാരി വലിച്ചെല്ലാം തിന്നുന്നവരെ ആലോചിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഫിഷ് ഞാൻ മൂഡൊന്ന് ലൈറ്റ് ആക്കിയത്, വെറുതെ ഇത്രയും ടെൻഷൻ അടിച്ച് നിൽക്കൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വയറ് അപ്സെറ്റ് ആവുക, പിന്നെ വോമിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്. അത് കഴിഞ്ഞിട്ട് പാടുക എന്നൊക്കെ പറയുന്നത്. അതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഹക്കീം കുറേ എന്താ പറയുക, ഇതിന് മുമ്പ് 2nd പ്ലേസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കുറേ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും നല്ലോണം പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തവണ ഇങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതവിടെ. ദിൽജിഷ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ദിൽജിഷ തന്നെ പറ. നമ്മളോടും പറ, ബാക്കി കുട്ടികളോടും പറ. ലിറിക്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് തന്നെയാണ് മെയിൻ പ്രശ്നം. അത് തന്നെയായിരുന്നു മെയിൻ പ്രശ്നം. അത് എന്തുകൊണ്ടാണ് ലിറിക്ക് മറന്നുപോയത്? ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമായിരുന്നല്ലോ. ഈ ക്വാർട്ടർ ഫൈനൽസിന്റെ ടെൻഷൻ ആയിരുന്നോ? ഒന്നാമത് ടെൻഷൻ ഉണ്ട്, പിന്നെ പഠിച്ചിട്ടില്ല മര്യാദക്ക്. പാട്ട് പഠിച്ചിട്ടില്ല, പാട്ടും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല. ലൈൻ മറന്നു പോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷയം. പിന്നെ മാഷ് അതിനിടയിൽ പറഞ്ഞു ഇങ്ങനെ പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ ലേറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു പാട്ട് ഫീൽഡിൽ നിൽക്കുമ്പോൾ, പാട്ട് പാടാൻ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ്, അല്ലേ? അത് വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായിരിക്കാം, പഠിക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു സപ്പോർട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ലൈൻ മറക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. എത്ര നല്ലവണ്ണം പാടിയാലും പാടാൻ സാധനം ഇല്ലെങ്കിൽ, ലൈൻ ഇല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മോൾ ഇവിടെ നിൽക്കേണ്ട കുട്ടിയല്ല. 2nd പൊസിഷനിൽ നിന്ന് 2nd ലാസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. അത് ഒരിക്കലും മോൾ ഡിസേർവ് ചെയ്യുന്നൊരു സ്ഥലമല്ല അത്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ എന്തായാലും ഫൈനൽസിലൊക്കെ കണ്ടൊരു കുട്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ ദിൽജിഷ. ഇതിനു മുമ്പ് ഉഗ്രം പെർഫോമൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ബെഡ്ഷീറ്റും ഇട്ടിട്ട് ഇവിടെ വന്ന് നിന്നത്. അപ്പം ദിൽജിഷ, കൂടുതൽ ഞാൻ അന്ന് പറഞ്ഞു, അത് ആര് ഹക്കീം പാടിയപ്പോഴാണോ അത് ദിൽജിഷ പാടിയപ്പോഴാണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു ഇന്ന് ഏറ്റവും നല്ല നമ്മുടെ കണ്ടസ്റ്റൻസ് മിക്കവാറും പോകുന്നത് ഈ ലൈൻ മറന്നുകൊണ്ട് കൊണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കട്ടെ ഇനി അങ്ങോട്ട്. ദിൽജിഷ, 260 ആണ് മാർക്സ്. വെരി സോറി, യു ആർ എലിമിനേറ്റഡ്. നമ്മുടെ കൂടെ സെമി ഫൈനൽസിൽ ഉണ്ടാവില്ല. സോറി.
ദിൽജിഷ, ചേച്ചി ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കൂടെ പറ്റാത്ത ഒരു റിസൾട്ടാണ് നമുക്ക് ഇപ്പോഴും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എനിക്ക് പറ്റുന്നേ ഇല്ല, കാരണം ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ തോന്നുക. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ദിൽജിഷക്ക് എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനത്തെ ഒരു മീഡിയ വന്ന പ്രോഗ്രാം 14 രാവുന്ന പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന്, ഇതുവരെ എത്തിയതിന്. പിന്നെ ഗുരുക്കന്മാരോട്, പിന്നെ രക്ഷിതാക്കൾ, എൻ്റെ അച്ഛനമ്മ, പിന്നെ സിസ്റ്റർ, പിന്നെ ഫ്രണ്ട്സ്, അവരോടെല്ലാം ഇവിടെ നന്ദിയുണ്ട്. പിന്നെ ജഡ്ജസ്, ഓർക്കസ്ട്ര, പിന്നെ ചേച്ചി, പിന്നെ ഇവിടുത്തെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ്, ശരിക്കും പറഞ്ഞാല് വലിയൊരു നഷ്ടമാണ്. ഒരുപാട് വിഷമമുണ്ട്, അങ്ങനെ തന്നെ പറയാം. കാരണം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും ഡെഡിക്കേഷൻ കൊടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നൊരു കുട്ടി. ശരിക്കും ഇങ്ങനെ ഞാനൊരു എനിക്കൊരു സംശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മോൾ പാടിയ സമയത്ത് തന്നെ ഞാനൊരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇതേപോലെ വരി മറന്നിട്ടല്ലേ മോൾക്ക് പ്രശ്നം ഉണ്ടായത്? അതെ, അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അതിപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കാരണം ഞാനത് അന്വേഷിച്ച് പോയതായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും സിംഗിങ് ഒക്കെ ആയിട്ട് എന്താ അവിടെ ഇപ്പോൾ പറ്റിയതെന്നൊന്നും അറിയാൻ വേണ്ടി ഉണ്ടാവില്ല, നമുക്ക് ഉള്ളത് അറിയാമല്ലോ. അപ്പം അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് വരിയാണ് മറന്നു പോയെന്ന്. അപ്പം അത് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ അന്നത് സംസാരിച്ചത്. കാരണം അതപ്പം ശരിക്കും മോൾക്കതൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കായിരുന്നു. കാരണം ഇതിങ്ങനെ എടുത്ത് പറയാൻ കാരണം അത്രയ്ക്കും നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. കാരണം പക്ഷെ ഇതുവരെ എത്തി. ഇനിയൊരു വിഷമം വെച്ചിട്ടൊന്നും എന്താ പറയുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വേറൊരു ലെവലും നമുക്ക് കേൾക്കാമല്ലോ. കാരണം ഒത്തിരി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ മാറി 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 വരികയാണ്. ഏത് ലെവലിലാണ് നമ്മൾ എത്താന്ന് അപ്പോഴായിരിക്കും നമ്മളിങ്ങനെ അങ്ങനെ ഓർക്കണം, പറയണം, അയ്യോ ആ കുട്ടി അങ്ങനെ എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് ഉണ്ടാവണം. അത് ദിൽജിഷ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളെ കേൾപ്പിക്കണം കേട്ടോ. അത്രയും കഴിവുണ്ട്. യെസ്, ഇനി നമ്മുടെ 14 രാവിൻ്റെ ഒരു മൊമെൻറ്റോ നൽകാനായിട്ട് ഞാൻ രണത്തെ വിളിക്കും. രണത്ത, ദിൽജിഷ. അപ്പം ദിൽജിഷ എന്തായാലും ഈ ഒരു ഫീൽഡ് തുടരും, അതിന് ഒരു സംശയമില്ല. എടുത്തിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ മ്യൂസിക്കാണ്. അപ്പം അതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ വലിയൊരു എന്താ പറയുക, ഒരു ബാഡ് ന്യൂസ് തന്നെയായിരുന്നു. ദിൽജിഷ ഔട്ടായി പോയി. ഇനി നമുക്ക് സെമി ഫൈനൽസ് തുടങ്ങാം അല്ലേ? ഇങ്ങേരുടെ ഉണ്ടല്ലോ. അതന്നെ വേണം. എന്താണ് ഇപ്പൊ ചെയ്യാൻ ആഗ്രഹം? എന്താ അല്ല മേഘന, നമുക്ക് രണ്ടാം കൂടി തീരുമാനിച്ചല്ലേ. അപ്പം ഹക്കീമേ, ഫസ്റ്റ് പാട്ടാണ് മാർക്ക് ആദ്യം കുറഞ്ഞത് അല്ലേ? പക്ഷെ അതൊരു വല്ലാത്ത സിംഗിങ് തന്നെയായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. പക്ഷെ കുറച്ച് അല്ലേ അതങ്ങനെയായി. പിന്നെ നാഗുറാനിഫ്കാടെ ഉലക അല്ലേ, അതിൽ കുറച്ച് ആ ഒരു നമ്മളൊക്കെ കുറച്ചുകൂടി മാർക്സ് അങ്ങ് കൂടി. പിന്നെ സംഭവിച്ചത് മലയാള അല്ലേ, മാപ്പിളപ്പാട്ടെന്ന മങ്കയ്ക്കൊരു നല്ല അല്ലേ, അങ്ങനെ ഒരു പാട്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് എന്തായി തീരുമാനിക്കണ്ടേ? ഞാനിങ്ങനെയൊക്കെ അല്ല, എന്തൊരു ആഗ്രഹം ഹക്കീമിന്, എന്താ ഒരു എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോ അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോയല്ലേ, എന്തായിരിക്കും ചെയ്യാ? ഈ 3 പാട്ട് പാടിക്കഴിഞ്ഞതിൽ ഒരിക്കലും ക്വാളിഫൈഡ് അല്ല. പക്ഷേ ആ അസുഖം കാരണം ഞാൻ പാടുന്നതിൽ പിച്ച് പ്രശ്നം വരൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതേ ശ്രുതിയിൽ തന്നെ ഞാൻ പാടിയത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടേ പാടുള്ളൂ. അതെ,
എങ്ങനെയാണ്, എന്താണ് ഹക്കീമെ, എന്താണ് അവസ്ഥ? ഇനിയിപ്പം ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ, കാരണം ഒരു സിംഗറാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം, കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വാരി വലിച്ച് കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് അല്ല കഴിച്ചോട്ടെ, ഷൂട്ട് ഉണ്ടാവുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാ പോരെ? അതായാലും മതി. ഹക്കീമേ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണം മാത്രം കഴിക്കലാക്കരുത്. പാട്ടുകൾ ഇനിയിപ്പോൾ എവിടെ അല്ല തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയില്ലേ? കുഴപ്പമില്ല, സെമിയിലോട്ട് അങ്ങോട്ട് കയറി സമ്മതിച്ചെന്നു അല്ലേ ഫൈസൽ മാഷെ? ഷാനെ നമ്മൾ കൊടുത്തു, കൊടുത്തു. അപ്പം നല്ല ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ച് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഹക്കീമിനി സെമി ഫൈനൽ വരും അല്ലേ? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട വന്നത് എന്തുകൊണ്ട്? ആ ഒരു അശ്രദ്ധ ഉണ്ടല്ലേ. അതെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഷൂട്ടിന്റെ സമയത്ത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. സെമി ഫൈനൽ സ്റ്റേജിന്റെ വേദി നമുക്ക് നോക്കാം. ഗുഡ് ലക്ക്. ബിസ്മി 14 രാവ് സീസൺ 4 പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത് നമ്മുടെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലെ എലിമിനേഷൻ ആയിരുന്നു. 9 കണ്ടസ്റ്റൻസിൽ നിന്ന് ഇനി സെമി ഫൈനൽ സ്റ്റേജിലേക്ക് പോകാൻ പോകുന്നത് 7 പേരാണ്. സോ ആ മത്സരങ്ങൾക്കായി കാത്തിരിക്കുക.